അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ ഇൻ്റെ പണ്ട് ജാവ് പരിശുദ്ധമായിട്ടുള്ള മുഹറം ഒലിയുമ്പോൾ താസുആയുടെ ജാവായിട്ടിക്കടെ 4 മുഹറം ഒലിയുമ്പോൾ താസുആയുടെ നോമ്പായിട്ടിക്കടെ. അപ്പം നെയ്യത്ത് വെക്കുമ്പോഴത്തേക്കും 3 നെയ്യത്ത് ഞങ്ങൾ വെച്ചാണ് കണ്ടെങ്കിൽ 3 നോമ്പായിട്ടിക്കടെ ഞങ്ങൾക്ക് കിട്ടത്. അതേപോലെ ചൊല്ലുനായകനിക്കത്തെ ദിക്കറങ്ങ പ്രത്യേകിച്ചും ഞങ്ങൾ ആക്കുനായകനിക്കത്തൊരു ദ്വാ ഉണ്ട്. ആ ദ്വാ ഞങ്ങൾ ഈ പരിശുദ്ധമായ ഒലിമ്പുടെ നാളിൽ ഞങ്ങൾ ആക്കിടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർഷപൂർത്തി വലിയ ഒരു കാവലായിട്ട് കിട്ടത്. അതേപോലെ പരിശുദ്ധമായ ആശുറ മുഹറം 10 പറയുമ്പോഴത്തേക്കോ ഞങ്ങൾ ഔത്തുൽ ഞങ്ങൾ റെഡിയാക്കി വെക്കണായ കണിക്കത്തെ ഒരു 6 കാര്യങ്ങളായിട്ട് ഇണ്ട് നിങ്ങളൊട്ടിക്ക് ചൊല്ലത്. മുഹറം തിങ്കൾ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടുള്ള ഈ പരിശുദ്ധമായ മുഹറം ഒലിമ്പോ 10 അതാ ഇണ്ട് ജാവുകായിട്ട് മുഹറം ഒലിമ്പോ താസുആയുടെ ജാവ് 4 ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മുഹറം ഒലിമ്പോടെ നോമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കണോ. വലിയ ബറക്കത്തുള്ള കണിക്കത്തെ വലിയ പ്രതിഫലമുള്ള കണിക്കത്തെ ദുആക്ക് ഇജാബത്തുള്ള കണിക്കത്തെ ഒരു 4 താസ്വ മുഹറം ഒലിമ്പുടെ 4 ഒലിമ്പുടെ ജാവും ഒലിമ്പുടെ പോലും ചൊല്ലത്. പ്രത്യേകിച്ചും ഞങ്ങൾ ശ്രദ്ധിക്കണായ കാണിക്കത്തെ കാര്യങ്ങൾ എന്തെല്ലാം ചൊന്നെങ്കിൽ ഒന്നാമതായിട്ട് ഇണ്ടത്തെ ജാവിൽ പിന്നെ നിസ്കാരത്തെ വിഷയത്തിൽ കൃത്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ കണ്ടെങ്കിൽ ജമാഅത്തായിട്ടേ നിസ്കരിക്കുക. ഔത്തുല്ല എനിക്കത്തെ ഉമ്മമാർ പെങ്ങന്മാർ നിങ്ങൾക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇണ്ടത്തെ ഒരു ജാവിടെ ബഹുമാനിച്ചിട്ട് 4 ബഹുമാനിച്ചിട്ട് കൃത്യമായിട്ട് നിസ്കാരമെല്ലാം നിസ്കരിക്കുക. അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ അത് ഫർളായ നിസ്കാരത്തെ 3 പേരുള്ള റവാത്തിബ് നിസ്കാര, ളുഹാ നിസ്കാര, തഹജ്ജു നിസ്കാര, വിത്തർ നിസ്കാര, ഇങ്ങനെ സുന്നത്തായിട്ടുള്ള നിസ്കാരം ഏതും ഇങ്ങനത്തെ പരിശുദ്ധമായ 4 പ്രത്യേകിച്ചും ഞങ്ങൾ എന്താക്കണം ശ്രദ്ധിക്കണം. അങ്ങനെ എപ്പോഴും നിസ്കരിക്കണമെങ്കിൽ ചിലപ്പോൾ അപ്പരിപ്പറ അവിടെ ഇട്ടിക്കട്ടെ. പക്ഷേ ഇന്നത്തെ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒലിമ്പുടനുണ്ട് ഓരോ ഇബാദത്തും അപ്പരിപ്പറാവാത്ത പോലെ ആയത്ര സുഖാനൻ്റെ ഇതിരെ ഒരു മഹത്വ ഇതിരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണാണ് കണ്ടെങ്കിൽ വർഷപൂർത്തി നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് പഠിച്ചോന്നില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നിസ്കാരത്തെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണോണ്ടായിരിക്കട്ടെ. രണ്ടാമത്തേത് ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുക. ജീവിതത്തിൽ വന്നുപോയ കണിക്കത്തെ എല്ലാ തപ്പുങ്ങ പൊറുക്കപ്പെട്ട കണിക്കത്തൊരു ടൈമായിരിക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് എന്താക്കുക ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. അതേപോലെ ഒലിമ്പുടെ നോമ്പ് അത് പ്രത്യേകമായിട്ട് സുന്നത്തായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മുഹറം 10 നോമ്പ് മാത്രമായിട്ട് മുത്തുനബി തങ്ങ പിടിച്ചത്. പക്ഷെ അങ്ങനെ മദീനത്ത് നബി തങ്ങ എത്തിയ സമയത്ത് യഹൂദീങ്ങളായിട്ടുള്ള ആൽമാർ ഈ പരിശുദ്ധമായിട്ടുള്ള ആ മുഹറമിടെ 10 നോമ്പ് പിടിക്കരുത് കാണുമ്പോൾ അങ്ങ് ബഹുമാനിക്കരുത് കാണുമ്പോൾ നബി തങ്ങക്ക് എടുത്ത് നിങ്ങൾ എന്ത് കയറ്റിക്കിടെ ഈ ഒരു മുഹറം 10 ഇങ്ങനെ ബഹുമാനിക്കിടെ ഇങ്ങനെ നോമ്പിടിക്കോ കാണുമെന്നേ ഉള്ളുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലും ഫിർഔനെയും അവൻ്റെ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കണിക്കത്തൊരു നാളായിട്ട് ഞങ്ങൊന്ന് റെഡ് സീ ചൊല്ലി കണിക്കത്തെ കടലിൽ ഏകദേശം 355 കിലോമീറ്റർ ആയിട്ട് ഇപ്പുറത്തെ അപ്പുറത്ത് കിടക്കുള്ളത്. അവസാനം ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ അനുയായിങ്ങ ഫിർഔൻ്റെ ഷറിൽ നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ കടലിലെതിർക്ക് വന്നിട്ടാകുമ്പോൾ എന്തിന് ആക്കണോണ്ട് ഗൊന്തായില്ല പഠിച്ചുകൊണ്ട് വാട്ടർ വണ്ട് നിങ്ങളെ കയ്യിലുള്ള ബടിലൊന്ന് അടിക്കലോണ്ട് ആ അടിക്കലോട് കൂടെ ഈ ഒരു കടലെന്തായിട്ട് 2 ഭാഗമായിട്ട് നടുവിൽ നല്ല പോകുള്ള എനിക്കത്തെ നല്ല റോഡായിട്ട് അത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിയുടെ വലിയൊരു മുഅ്ജിസത്തായിട്ട് അങ്ങനെ ഇങ്ങനെ ഈ കടലിൽ എന്താക്കിടാറ് അപ്പുറത്തേക്ക് പാസ്സാവിടാറ്. ഈ ഒരു തെറു കണ്ടിട്ടാകുമ്പോഴത്തേക്ക് ഫിർഔനയുടെ സൈന്യം അങ്ങും അതേ തെരുവിൽ വന്നിട്ട് അതിലെ മിഡിലേക്ക് എത്തുമ്പോൾ പടച്ചറബ് ആ ഒരു ഫിർഔനെയും അവൻ്റെ സൈന്യത്തെയും തന്നിൽ മുക്കിയിട്ട് എന്താക്കിട നശിപ്പിച്ച് എനിക്കത്തെ ചരിത്രം ഞങ്ങൾക്കൊന്നുള്ളതായിട്ട് അപ്പോൾ ഇത്ര വലിയൊരു കാര്യം നടന്ന എനിക്കെത്തോറോ അതൊരു ഓർമ്മയായിട്ട് അതൊക്കെ ഒരു കൃതജ്ഞതയായിട്ട് നഖം എന്താക്കട ഈ മുഹറം 10 4 നോമ്പ് പിടിക്കട ബഹുമാനിക്കടാണ്ട് യഹൂദികൾ ചൊന്നിട്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു ലഇം ബഖീതു നാണ് ബാക്കിയായിട്ട് ഇന്നെങ്കിൽ ലഅസൂമന്ന താസിയ വണ്ട വർഷനാണ് ഒലിമ്പുടെ നോമ്പുന്നാ പിടിക്കണം. എന്തേ യഹൂദികളുമായിട്ട് നിങ്ങൾക്ക് ഒരു നിലക്കുള്ള ആദർശത്തിൽ അങ്ങനെ അവർ ടൈപ്പായിട്ട് പോകുമോ അങ്ങനെ ഒരുപോലെ ജീവിക്കുമോ നിങ്ങൾക്ക് സാധ്യമല്ല. അങ്ങ് പരിശുദ്ധമായ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്ത് സമുദായമായിട്ടിക്കടെ. അതുകൊണ്ട് ഒലിമ്പുടെയും 10 നോമ്പ് ഞങ്ങൾക്ക് പിടിക്കണോ അങ്ങും ഞങ്ങൾ ഒരുപോലെ അവിടെ വേണ്ട. അത് എല്ലാ വിഷയത്തിലും ഞങ്ങളുടെ ജീവിതത്തെ ഏതൊരു വിഷയം ഉണ്ടാ യഹൂദികളുമായിട്ടുള്ള ടൈപ്പ് അവിടെ അങ്ങനെ ഒരു ഫാഷന് അങ്ങനെ ഒരു മോഡൽ കടയെടുക്കണിക്കത്ര അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു തീരെ പഠിച്ചും സലാമത്തിലാക്കി തരട്ടെ. അതേപോലെ മുഹറം ഒലിമ്പുടെ നോമ്പ് റൊട്ടിക അത് പണ്ടത് പരിശുദ്ധമായിട്ടുള്ള ബാലാസ് നാളിലായിട്ടിക്കടെ വാരത്തിൽ ബാലാസ് 2 നോമ്പിടിക്കോ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായി
ആയിട്ടുള്ള ഇങ്ങനത്തെ വിഷയമായിട്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് നീയത്ത് വെക്കുമ്പോൾ എന്താക്കുക, ബാലാസർ നീയത്തും വെക്കുക. അതേപോലെ ഖളാ ആയിട്ടുള്ള പ്രത്യേകിച്ചും അങ്ങനെ പെണ്ണുങ്ങ ഏതായിട്ട് റമദാനിൽ 4-5 നോമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടിക്കടെ, അപ്പോൾ ഇത് ഖളാവിയിട്ടുള്ള നല്ലൊരു ചാൻസും ആയിട്ടിക്കടെ. അപ്പോൾ ആ ഒരു നീയത്തും വെക്കുക. ഇങ്ങനെ 3 നീയത്ത് വെച്ചതിനുണ്ടെങ്കിൽ 3 നോമ്പായിട്ടിക്കടെ കിട്ടത്. അപ്പോൾ എന്താക്കുക, നീയത്ത് വെക്കുമ്പോഴത്തേക്കോ മുഹറം ഒലിയുമ്പോൾ താസുആടെ സുന്നത്ത് നോമ്പോ അള്ളാഹുബേനായിട്ട് നാ പിടിക്കാനായിട്ട് അങ്ങനെ മനസ്സിൽ കരുതുക. അതിലൊട്ടിಗೆ ബാലാസിലെ സുന്നത്ത് നോമ്പും നാ പിടിക്കാൻ കരുതുക. ഇനിയിപ്പോൾ ഖളാ ആയിട്ടുള്ള നോമ്പിന്നെങ്കിൽ പരിശുദ്ധമായ റമദാനിൽ നൻ്റെ നിന്ന് ഖളാ ആയിപ്പോയ ഫർളായ നോമ്പ് നാളെ ഖളാ വീട്ടാൻ ചെന്നിട്ട് ആ ഒരു നീയത്തും വെച്ചിട്ട് എന്താക്കുക, അങ്ങനെ 3 നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 നോമ്പായിട്ട് ഇക്കടെ കിട്ടത്. അപ്പോൾ പ്രത്യേകം എന്താക്കുക, ശ്രദ്ധിക്കണായ എനിക്കത്തൊരു വിഷയമായിട്ട് ഇക്കടെ. അതേപോലെ ഇന്നത്തെ ഈ ഒരു ഒലിമ്പ് 2 ആക്കുണായ എനിക്കത്തൊരു ദ്വാ ഉണ്ട്. ഒരു 3 വട്ടെങ്കിലും കൊറോടി എന്താക്കുക ഈ ഒരു ദ്വാ നിങ്ങൾ ദ്വാർക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒട്ടികമേ ആ ഒരു ദ്വാ വെച്ചുള്ള വലിയ ബറക്കത്തായിട്ട് വലിയ പ്രതിഫലമായിട്ട് വർഷപൂർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ കാവലായിട്ട് തണ്ടത്. അപ്പോൾ ആ ദ്വാ ഇങ്ങനെ ആയിട്ട് അല്ലാഹുമ്മ ഇന്നക ഖദീം വഹാദൽ ആമു ജദീദുൻ ഖദ് അഖബൽ വസനതുൻ ജദീദതുൻ ഖദ് അഖബലത് നസ്അലുക മിൻ ഖൈരിഹാ വനഊദു ബിക മിൻ ശർരിഹാ വനസ്തഗ്ഫീക ഫബാതഹാ വശൂലഹാ ഫർസുഖ്നാ العصمة من الشيطان الرجيم اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وكنته منا كما قنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك على كل شيء قدير وأنت الفعال لما تريد وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. കൊറോടി ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 വട്ടെങ്കിലും ഈ ഒരു ദ്വാർക്ക ശ്രേഷ്ഠമായിട്ടുള്ള ദ്വായിരിക്കണം. അപ്പം എന്താക്കുക, ഒട്ടികമേ ഇത് നോക്കിയിട്ട് ഞങ്ങൾ ചൊന്ന പോലെ അങ്ങനെ എന്താക്കുക ദ്വാർക്കോ തിരിയാത്ത അങ്ങനെ ഒട്ടിക എന്താക്കുക ദ്വാർക്ക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കുക സെപ്പറേറ്റ് ദ്വാർക്ക നല്ല ഉത്തരവുള്ള എണിക്കത്തെ എല്ലാ ഷറിൽ നിന്നിട്ട് കാവലിയേക്കണ എണിക്കത്തെ ഒരു ദ്വാ ആയിട്ടിക്കണം. അപ്പോൾ ഇന്നത്തെ നാളിൽ ആ ഒരു ദ്വാം കൂടി ദ്വാർക്ക. അതേപോലെ കൃത്യമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇബാദത്തെടുക്കുക, സ്വതക്ക കൊടുക്കുക, അതേപോലെ നല്ലോണം നിങ്ങൾക്ക് ദ്വാർക്ക. ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഫലമായിട്ടിക്കടെ വലിയ ഒരു കൂലിയായിട്ടിക്കടെ നിങ്ങൾക്ക് എല്ലാവരും കിട്ടത് പടച്ചോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇന്നൊരു കാര്യം ചെയ്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് അതേപോലെ 4 ജാവ് വേണ്ടത് പരിശുദ്ധമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മുഹറം 10 ആശൂറയുടെ ജാവായിട്ടിക്കടെ വലിയ ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മഹത്വമുള്ള ഞങ്ങൾ ചൊന്ന കുറേ നബിമാർക്ക് അത് വിജയം കിട്ടിയ കണിക്കത്തെ വലിയ സ്ഥാനം കിട്ടിയ കണിക്കത്തെ കുറേ ആൾമാരെ തൗബ സ്വീകരിച്ച കണിക്കത്തെ കുറേ കാര്യങ്ങൾ പടുക്കുവാനായിട്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്ത കണിക്കത്തെ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ആശൂറാകുന്നാൽ ഞങ്ങൾ എന്തൊരു ബേജാറ്, എന്തൊരു ടെൻഷൻ, എന്തൊരു ദുഃഖം കൊണ്ടാ എല്ലാത്തും പരിഹാരം കിട്ടിയ എനിക്കെത്തൊരു നാൾ ഞങ്ങളെല്ലാ ആഗ്രഹങ്ങൾ പൂർത്തിയാവുന്ന എനിക്കെത്തൊരു നാൾ വലിയ പ്രതിഫലമുള്ള എനിക്കെത്തൊരു നാളായിട്ട് ഇവിടെ വന്നോണ്ടുള്ളൂ. അത് പറഞ്ഞേക്ക് മുന്നോലായിട്ട് ഞങ്ങൾ ഔത്തുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ഇങ്ങനത്തെ ഒരു നല്ല 4 ജാവെല്ലാം വരുമ്പോഴത്തേക്കോ ഞങ്ങളുടെ മനസ്സിൽ പഠിച്ചറബെ നല്ലൊരു ജാവായിട്ടിക്കടെ നല്ലൊരു നാളായിട്ടിക്കടെ വന്നോണ്ടുള്ളൂ. അകലെന്താക്കുക ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ശുദ്ധിയാക്കി വെക്കുക. കാരണം എന്തേ ശുദ്ധിയും ചൊല്ലത് പഠിച്ചോണക്ക് ചെമ്മ ഇഷ്ടമായിട്ടിക്കടെ ഒന്ന് ചന്താക്കി വെക്കാതെ ഈമാൻ്റെ പാതിയുമായിട്ടിക്കടെ. അപ്പോൾ ഔത്തുള്ളൊരു ഗലീജില്ല പോലെ നജിസുള്ള എനിക്കെത്തൊരവസ്ഥ, ഒരു ബാഡ് സ്മെല്ല് പണ്ട് എനിക്കെത്തൊരവസ്ഥ, അത് ഞങ്ങൾ ഔത്തുലിക്കുതിര ഔത്തുൽ ഉൽഗത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാവ് പറയുമ്പോഴത്തേക്കോ മലായിക്കത്തുൽ കിറാമുള്ള പണ്ട് എനിക്കെത്തൊരു ടൈമായിട്ടിക്കടെ. അപ്പോൾ ആ മലായിക്കത്തുൽ കിറാമ് വെറുക്കിടെ എനിക്കെത്ത് വന്നു ഞങ്ങൾ ഔത്തുൽ ഉൽഗത്തിലിക്കുകയെ തീര അങ്ങ് റഹ്മത്തും ബറക്കത്തും കൊമ്പറുമ്പോഴത്തേക്കോ അത്
സ്വീകരിക്കും നിങ്ങൾ സാധ്യമാണ്. അതുകൊണ്ട് എന്താക്കുക, ഒന്ന് അകല ഒന്ന് ശുദ്ധിയാക്കുക, നൈസായിട്ടുള്ള എന്ത് കാര്യം കണ്ടെങ്കിലും എല്ലാം ഒന്ന് ക്ലീൻ ആക്കുക, വേണ്ടാത്തെല്ലാം ഒന്ന് പുറത്തിട്ടുള്ള അതേപോലെ ഔത്തുള്ള നല്ല മണവണ്ട പോലെ പണ്ടത്തെ കാലത്തിലെല്ലാം അങ്ങനെ ആയിട്ടിക്കട്ടെ എന്തെങ്കിലും ഒരു ഊതുവത്തിയെല്ലാം കത്തുവാട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോയി അങ്ങനത്തെ ഒരു കാലത്തിലായിട്ടിക്കട്ടെ നിങ്ങൾ ജീവിക്കരുത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് പണ്ട പോലെ ആ ഒരു നാല് ജാവിടെ എന്താക്കുക നല്ലോണം ബഹുമാനിക്കുക. രണ്ടാമത്തൊരു കാര്യം ഞാൻ ചൊല്ലത് ചൊന്നതായിട്ടിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു താസ്വ ഒലിമ്പുടെ നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് തുറക്കിടുന്നുണ്ടല്ലേ നല്ല ഗമ്മത്താവണം. ഞങ്ങളെ മക്കങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തേക്ക് ചുമ ഇഷ്ടമാവണം. എനിക്കത്തെ നല്ല ഫുഡെല്ലാം ആക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ എന്തെല്ലാം വേണോട്ട് ഇപ്പം എന്താക്കും ഒന്ന് ആലോചന ആക്കിയിട്ട് കാണാൻ എന്തെങ്കിൽ ഇത് ചെറിയ വിഷയമല്ല, ഒത്തിരി വിത്തങ്ങ ചൊന്നതായിരിക്കും. മൻ ആരായിട്ട് കുടുംബത്തേക്ക് നല്ല ഫുഡെല്ലാം ആക്കി കൊടുക്കുന്നത് അങ്ക് ഇഷ്ടമാവണം. എനിക്കത്തെ അങ്ങനെ റിസ്ഖിൽ വിശാല ചെയ്യുന്ന ആൾമാരായിട്ട് ആരായിട്ടിക്കിടാറ് അങ്ക് വലിയ ബർക്കത്തായിരിക്കും അല്ലേ. ഞങ്ങൾ എല്ലാവരും നയിക്കുന്ന ആൾമാർ, ബിസിനസ് ആക്കുന്ന ആൾമാർ, ഞങ്ങൾ ആഗ്രഹം എന്തെങ്കിൽ ഇനൊരുത്തരത്തേക്ക് യാചിക്കാണ്ട് വേങ്ങാണ്ട് എൻ്റെ കുടുംബ ചന്തത്തിൽ ഞങ്ങൾ നോക്കണം. 3 നേരം ഞങ്ങൾ നല്ല ചന്തത്തിൽ കഞ്ഞി കുടിക്കൊണ്ടായിരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും അതൊക്കെ വേനായിട്ടായിരിക്കണം ഞങ്ങൾ എല്ലാവരും സ്വർത്തുക്ക് പോകണം. അപ്പോൾ അതിലൊരു കുന്തുകൊരത്തെ ഒരു തടസ്തങ്ങ ഒരു നഷ്ടങ്ങ സ്വർത്ത് പോവാത്തൊരവസ്ഥ, ബാണിയില്ലാത്ത എനിക്കെത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു ബേജാറ് ഞങ്ങൾക്ക് പിറകു തീരാണ്ട് കണ്ടെങ്കിൽ അതാ മുഹറം 10 ജാവ് അണ്ടത്ത് ജാവ് നല്ല ഗമ്മത്താക്ക മക്കൾക്കും അതേപോലെ കുടുംബത്തിലെല്ലാം ആരെല്ലാം ഞങ്ങൾ ചെലവ് കൊടുക്കുന്ന ആൾമാരുള്ളാറ് അങ്കെല്ലാവർക്കും നല്ല സന്തോഷിപ്പിച്ചാണ് ഉണ്ടെങ്കിൽ ഇത് ചെറിയ വിഷയമല്ല. മഹാന്മാർ അങ്ങനെ കിതാബിൽ മഹാനായിട്ടുള്ള ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ചൊല്ലു എല്ലാ വർഷവും ഇത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് എൻ്റെ ജീവനകാലത്തിൽ 50 വർഷകാലം ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയത് വലിയ ഫലമായിട്ട് കിടന്ന കിട്ടിയത്. അതേപോലെ മഹാനായിട്ടുള്ള സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു ചൊല്ലു ഫലം നറ ഇല്ലാ സഅ ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടാകുമ്പോഴത്തേക്കു നക്ക് വലിയ വറക്കത്തല്ലാണ്ട് നക്ക് വേറൊന്നും നക്ക് കണ്ടിട്ടില്ലാണ്ടായിരിക്കട്ടെ അങ്ങ് പരീക്ഷിച്ച് അനുഭവിച്ചു നോക്കി എനിക്കത്തെ വിഷയമായിരിക്കട്ടെ. അപ്പോൾ ഇപ്പമേ ഒരു എന്താക്കുക നീയത്താക്കുക. ചില ആൾമാർ നിശ്ചയെങ്കിൽ ഈ മുഹറം 10 ആ ഒരു നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഗമ്മത്താക്കണം. അതല്ല മുന്നോലത്തെ ജാവുക. അതായത് ഞങ്ങൾ ഇപ്പം ഒലിമ്പൂട് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കണ എനിക്കത്തെ ആ ഒരു ടൈം ഉണ്ടല്ലേ നല്ലോണം ഗമ്മത്താക്കിയിട്ട് ആ കുടുംബത്തെങ്ങനെ നല്ല സന്തോഷിപ്പിക്കൊണ്ടായിരിക്കട്ടെ. ഇതൊരു കാര്യം ഞാൻ ചൊല്ലത് നോമ്പ് 10ാമത്തെ നോമ്പിടെ മഹത്വം അത് ചൊന്നു തീർക്കുക സാധ്യമല്ലാത്തതായിരിക്കട്ടെ. ഒരു വർഷ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കപ്പെട്ടത് മാത്രമല്ല 60 വർഷക്കാല ഇബാദത്തെടുത്ത് പ്രതിഫലം ഉണ്ടുണ്ടായിരിക്കട്ടെ. മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാൽ ചില മഹാന്മാർ കിതാബിൽ കാണ്ട് മുഹറം 10 നോമ്പ് ഇണ്ട് തുടങ്ങിയതല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുതൽ നബിമാർ പോലും മുഹറം 10 അങ്ങനെ അനുയായികൾ പോലും മുഹറം 10 നോമ്പ് കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടിരുന്നാറ്. ഈ റമദാൻ പണ്ടേക്ക് മുന്നലായിട്ട് എല്ലാവരും ഈ ഒരു മുഹറം 10 നോമ്പ് നിർബന്ധമായിട്ട് ചൊന്ന എനിക്കത്തെ മഹാന്മാർ കിതാബിലുള്ള നമുക്ക് അത്ര ശ്രേഷ്ഠത്തെ ഉള്ള എനിക്കത്തെ ഒരു നോമ്പായിട്ട് ഞങ്ങൾ പൗത്രൂല എനിക്കത്തെ മക്കങ്ങ അങ്കു എന്താക്കുക സാധ്യമാണെങ്കിൽ ഈ ഒരു നോമ്പ് ഞങ്ങളെ നോക്കുപാട് കാരണം വലിയ വറക്കത്തായിരിക്കട്ടെ. അപ്പോൾ ആ നോമ്പിയുടെ വിഷയത്തിൽ എന്താക്കുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ കുടുംബത്തിൽ ആരുടെ എന്തെങ്കിലും ബേജാറ് എന്തെങ്കിലും അർസ എന്തെങ്കിലും ഇന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി. കാരണം എന്താ കുടുംബം എന്താ കഴിഞ്ഞ അറഫത്തൻ്റെ ഇതേ വിഷയം നിങ്ങൾ ചൊന്നതായിട്ടിക്കട്ടെ നിങ്ങൾ കുടുംബത്തും കേട്ടി അർസ വെച്ചിട്ട് നിങ്ങൾ ഏത് വിഭാഗത്ത് എടുത്തിട്ടും കാര്യം പഠിച്ചോണെങ്കിൽ അത് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ഒരു ബേജാറ നമ്പലമാക്കിയിട്ട് ഇന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈമായിട്ടിക്കട്ടെ മുഹറം 10 വരുമ്പോഴത്തേക്കോ ഒന്ന് അത് ഫസ്റ്റ് എന്താക്കുക ഒന്ന് ക്ലിയർ ആക്കില്ല. അല്ലെങ്കിൽ ഉമ്മ ബാപ്പക്ക് എന്തെങ്കിലും ബേജാറാക്കിയിട്ട് അങ്ങനെ ഉമ്മ ബാപ്പല്ലേ എല്ലാം ചൊല്ലുന്നെങ്കിൽ ഉമ്മ ബാപ്പായിട്ടിക്കട്ടെ അങ്ങനെ ദ്വാ കൊണ്ടായിട്ടിക്കട്ടെ എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോയോണ്ടുള്ള അങ്ങനെ ദ്വാട വറക്കത്തായിട്ടിക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബേജാറായിട്ടിരുന്നേനെങ്കിൽ മുണ്ടാണ്ട് തെച്ചിട്ടിരുന്നേനെങ്കിൽ ഒന്ന് കൈ പിടിച്ചിട്ട് ഒന്ന് മാപ്പെല്ലാം കേട്ടിട്ട് അങ്ങനെ ഓരോ നല്ല സന്തോഷിപ്പിക്കാൻ കണ്ടെത്തുന്നാൽ എന്തേനെങ്കിൽ വലിയ വറക്കത്ത് ഒന്നാമത്തെ വറക്കത്തല്ല ഇത് വർഷപൂർത്തി കിട്ടിയ വറക്കത്തൊരു വിഷയമായിട്ടിക്കട്ടെ ചൊല്ലത്. അപ്പോൾ അതെല്ലാം ഒന്ന് എന്താക്കിയതാ ക്ലിയർ ആക്കിയുള്ള. അതേപോലെ നല്ലോണം സ്വതക്ക അതിപ്പമേ നീയത്ത് ഇൻഷാ അല്ലാഹ് ഈക്കൊരു മുഹറം 10 വന്നേനെങ്കിൽ നക്ക് നല്ലൊരു സ്വതക്ക കൊടുക്കണോണ്ട് ഒരു നീയത്താക്കിയിട്ട് മുന്നലേ വെച്ചോളാം ഇൻഷാ അല്ലാഹ്. കണ്ടെങ്കിൽ നിങ്ങളെ റിലീഫ് ഫണ്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർക്ക് പേര് നിങ്ങൾ കടത്തൊരു ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നിങ്ങളെ മജ്ലിസിൽ നിങ്ങൾക്ക് ദ്വാർക്കിടുമായിട്ടിക്കട്ടെ. അതേപോലെ ദ്വാ മൈനായിട്ടിക്കട്ടെ ദ്വാർക്കിടെ വിഷയം അങ്ങനെ നല്ലോണം ദ്വാക്ക് ഇജാബത്തുള്ള എനിക്കെത്തോറ് നാലായിട്ടിക്കട്ടെ. അതുകൊണ്ട് എന്താക്കുക നല്ലോണം ദ്വാർക്കുക. അപ്പോൾ ഈ കാര്യമെല്ലാം ഫസ്റ്റികേ നിങ്ങൾ കരുതി വെച്ചിട്ട് നിങ്ങൾ 54 റെഡിയായിട്ട് കൃത്യമായിട്ട് ആ ഒരു ക്രമപ്രകാരം ഇബാദത്തെടുക്കുകയാണ് കണ്ടെങ്കിൽ പഠിച്ചോണ്ട് വലിയ ഫലമായിട്ടിക്കട്ടെ വലിയ തൗഫീഖായിട്ടിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തണ്ടത്. അതേപോലെ ശുദ്ധി
ബുദ്ധിയില്ലാത്ത കണിക്കത്തെ പെണ്ണുങ്ങിക്കുവാർ. അപ്പോൾ ചിലപ്പോൾ അങ്ങ് നോമ്പടിക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിലും ദിക്ർ ചൊല്ലേക്ക്, സ്വലാത്ത് ചൊല്ലേക്ക്, ദ്വാർക്കിടയ്ക്ക് യാതൊരു നിലക്കുള്ള തൊന്തരയില്ലാണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ഈ കാലെല്ലാം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനാണ് കണ്ടെങ്കിൽ ആ ഒരു മുഹറം 10 പ്രതിഫലവും ഞങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നതായിരിക്കട്ടെ. റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാ ഹലാലായ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും റബ്ബ് തീർത്തു തരുമാറാകട്ടെ. അള്ളാഹു താല ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ എല്ലാത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് തരട്ടെ. ഐശ്വര്യം അള്ളാഹു ചൊരിച്ചു തരുമാറാകട്ടെ. ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.